ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കണ്ണൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്. കൃത്രിമ രേഖ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിരിക്കുകയാണ് രണ്ട് പാക് പൗരന്മാർ. ഇവര് വർഷങ്ങളായി തന്നെ കണ്ണൂരിൽ ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കണ്ണൂരിൽ ചില കേന്ദ്രങ്ങളിൽ എന്തും നടക്കും എന്നുള്ളത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൈവെട്ട് കേസിലെ പ്രതി 10 വർഷമല്ലേ അവിടെ പെണ്ണും കെട്ടി കുട്ടികളുമായിട്ട് നിന്നത്. ഒളിഞ്ഞ് അതും ആരും അറിഞ്ഞില്ല. അത്രയും കേരളത്തിൽ തന്നെയുള്ള ഒരു കേസിലെ പ്രതി 10 വർഷം അവിടെ ഒളിച്ചു താമസിച്ചിട്ടും ആരും അറിഞ്ഞില്ല. അപ്പൊ പിന്നെ ഇത്തരത്തിലൊരു പാകിസ്ഥാൻ പൗരനൊക്കെ അവിടെ എന്തും ചെയ്യാൻ പറ്റും. കാരണം സഹായിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഏത് രേഖയും ഉണ്ടാകും. എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുകൂലമായ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഭരണ സ്വാധീനം ഒക്കെ വരുമ്പോൾ ഏത് തരത്തിലുള്ള രേഖകളും കൃത്രിമമായി ചമച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് എത്രമാത്രം ഭീഷണിയാണ് എന്നുള്ള രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള അപകടങ്ങൾ പറ്റുന്നത്. അപ്പൊ ഇവർ ഇത്രയും കാലം ഇവിടെ താമസിച്ചത് എത്ര പരിശോധനകൾ ഇതൊക്കെ കഴിഞ്ഞതിൽ ഒന്നും ഇതിന് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെ കഴിഞ്ഞിട്ടൊന്നും എവിടെയും ശ്രദ്ധിക്കപ്പെട്ടില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ആകട്ടെ അല്ലെങ്കിൽ ആധാർ എവിടെയും പിടിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ ഒരു ഈ കള്ളരേഖ ചമയ്ക്കൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പൊ കേവലം അവർക്കിവിടെ താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറത്ത് മറ്റെന്തോ വലിയ ലക്ഷ്യം, രാഷ്ട്രവിരുദ്ധമായ എന്തോ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഈ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ഭയം തോന്നുന്നത്. ബംഗ്ലാദേശി പൗരന്മാരാകാം, പാകിസ്ഥാൻ പൗരന്മാരാകാം, ഇവിടെയൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ആളുകളെ നമ്മൾ പിടിക്കണത്. അത് പിടിക്കുമ്പോൾ തന്നെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ വരുമ്പോൾ ചെയ്യുന്നത് ഒഴിച്ചാൽ വളരെ ഗൗരവമായി ഇത്തരം കാര്യത്തിൽ കണ്ടെത്തി ഇവരെ പുറത്താക്കേണ്ടുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു ഡ്രൈവ് അത്തരത്തിൽ ഒരിക്കലും കേരള സർക്കാരിന് സാധിക്കുന്നില്ല. അത് പറയുമ്പോൾ അതെന്തോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് CAA വേണ്ടിയാണല്ലോ ഇവർ നിന്ന്. CAA എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ച ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നടന്ന സമരങ്ങളോളം ഒരുപക്ഷെ മറ്റെവിടെയും നടന്നിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയായിരുന്നു? ഇതേപോലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ അല്ലെങ്കിൽ ബംഗ്ലാദേശി പൗരന്മാരെ അവരെ ഈ നാട്ടിനകത്ത് നിർത്തുകയും ഈ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും കണ്ടെത്തിയല്ലോ എന്ന് ആശ്വസിക്കാനേ പറ്റുള്ളൂ.